പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഏതാ സ്ഥലം കണ്ട ചേറ്റുവ പാലം എത്തണേക്കാൾ മുന്നുള്ള സ്ഥലമായിട്ട് അതിമനോഹരമായി മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമായിരുന്നു. ആരടിച്ച് കളയരുത് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. പഴയൊരു വീഡിയോസ് ചേറ്റുവ പാലാണ് എത്തണേക്കാൾ തൊട്ട മുന്നുള്ള ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് അഞ്ചങ്ങാടി ഭാഗത്തേക്കൊക്കെ പോയില്ലേ, കണ്ടില്ലേ? ലെഫ്റ്റ് അടിച്ച അഞ്ചങ്ങാടി ഭാഗത്തേക്ക് പോവുക. കടപ്പുറം ബീച്ച് അഴിമുഖം ഒക്കെ ഉണ്ട് കേട്ടാ. ഞാനൊരു പഴയൊരു വീഡിയോസ് ഇതിൽ ചെറിയൊരു വീഡിയോസ് ഉള്ളു, ഒന്ന് കണ്ടു നോക്കിയോ കേട്ടാ. ആ സെയിം ഭാഗമാണ് ഇട്ടത്. ഇപ്പം കണ്ടില്ലേ വീഡിയോസിൽ, ആ സെയിം ഭാഗമാണ്. ഇത്ര മനോഹരമായൊരു സ്ഥലമായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ വിഷമാവും. പ്രത്യേകിച്ച് ഈ ചേറ്റുവ ഭാഗത്തൊക്കെ ഉള്ളവർക്ക്, ഇതുപോലെ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ പോയി നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാത്തവരുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ഒരുപാട് വട്ടം ഇതികൂടെ പോകുമ്പോൾ ചായ കുടിച്ചിട്ടുണ്ട്. സർബത്ത്, സോഡൊക്കെ, പിന്നെ കക്കൊക്കെ ഇപ്പോഴും കിട്ടും കല്ലുമ്മക്കായൊക്കെ ഈ ഭാഗത്ത്. കണ്ടില്ല എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. പക്ഷെ മാറ്റം വരണം, വികസനം വരണം. വികസനം വന്നപ്പോൾ കണ്ടില്ല ഇതേപോലെ ആയി. ആ സെയിം മരം നിന്ന സ്ഥലത്തെ കാഴ്ചയാണ് കേട്ടാ. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോണ്. ഇപ്പം മേലെക്കൂടെ കേട്ടാ, അടിയിൽ അണ്ടർപാസ് ആണിത്. അതിൻ്റെ മേലിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ഓപ്പൺ ആക്കി കൊടുത്തിരുന്ന പാലം വരെ ഇങ്ങനെ പോവാട്ടാ. അപ്പോൾ ചാവക്കാട് ഒരുവിധം പണികളൊക്കെ ചാവക്കാടും കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് പാലത്തിൻ്റെ വർക്ക് മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ചേറ്റുവ കഴിഞ്ഞാൽ പിന്നെ വാടാനപ്പള്ളി ബൈപ്പാസ് ഓപ്പൺ ആക്കി കൊടുത്തിരുന്നു. അവിടെ പാലം മാറ്റുണ്ടല്ലോ, പാല അണ്ടർപാസിൻ്റെ അവിടെ ചെറിയ വർക്ക് മാത്രം പക്ഷേ ഓപ്പൺ ആക്കി കൊടുത്തു കേട്ടാ. ചിലപ്പോൾ അടക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ പറഞ്ഞു തന്ന കാര്യം എന്താ വെച്ചാൽ ഇത്ര മനോഹരമായ കാഴ്ചയായിരുന്നു പണ്ടത്തെ വീഡിയോസ് കണ്ടില്ലേ. അതിപ്പോൾ ഇങ്ങനെ ആയി. നല്ല വെയിലാണ്. ആദ്യം നല്ല സുഖമായിരുന്നു കേട്ടോ. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ഫീൽ ചെയ്യാനായിരുന്നു കേട്ടോ. ചേറ്റിയ ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ നല്ല ചൂടാണ്. മഴക്കാലത്തുള്ള വീഡിയോസാണ്. എന്നിട്ട് കണ്ടില്ല നല്ല വെയിലുണ്ട് കേട്ടോ. മഴ പെയ്യാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ചേറ്റുവ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഏകദേശം കൊടുങ്ങല്ലൂർ വരെ ഏകദേശമൊക്കെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ മതിലകം ബൈപ്പാസിൽ കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. മൂന്നുപിടിയ ബൈപ്പാസിൽ കുറച്ച് ബാക്കിയുണ്ട്. ബാക്കി ഒരു 95% വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ചേറ്റുവ പാലത്തിൻ്റെ അവിടെ വർക്ക് ഇനി എന്തായാലും ഒരു വർഷം പിടിക്കും. ഇവിടെയൊക്കെ മണ്ണ് അവർ ഇട്ടുണ്ടായിരുന്നാണ് ഈ പാലത്തിൽ. നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ആ ഹൈറ്റിൽ മണ്ണിട്ടിട്ട് ആണ് അങ്ങോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാന്തി ഇതാ പൈലിങ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ഒരു വർഷം എന്തായാലും പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആവണമെങ്കിൽ ആ ഹൈറ്റിൽ മണ്ണൊക്കെ ഇട്ടതൊക്കെ നീക്കം ചെയ്തിട്ട് പൈലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പരിപാടിയാണ്. ഇതാദ്യം തന്നെ ഇവർക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഇതാ പൊളിച്ചിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിട്ട സ്ഥലമൊക്കെ മാന്തിയിട്ട് വീണ്ടും ആദ്യം വർക്ക് ചെയ്യാട്ടോ. ചേറ്റുവ പാലത്തിന് മേലത്തെ വീഡിയോസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം മേലെ കയറാൻ പറ്റുന്നില്ല, മണ്ണ് നീക്കിക്കൊണ്ട്. പിന്നെ കോണി വെച്ചിട്ടൊക്കെ കയറുന്ന റിസ്ക് ആയതുകൊണ്ട് ഞാൻ മേലെ കയറിയിട്ടില്ല കേട്ടോ. താഴത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു എന്താ പറയുക, ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ചേറ്റുവ പുഴയുടെ മേലിനൊക്കെ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. അതിന് മേലെ കയറിയിട്ട് ഒരുപാട് വീഡിയോസ് എടുത്താണ്. ഇപ്പം കയറാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. ഇവിടെയും മണ്ണ് കുറക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ എന്താ തീരുമാനം എന്നറിയില്ല. ചേറ്റുവ പാലം ഇറങ്ങിയതിൻ്റെ ശേഷമുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല കല്ലുമ്മക്കായൊക്കെ ഈ സൈഡിൽ ഇഷ്ടം പോലെ വെക്കുക. ഇനി നമ്മളൊന്ന് മെയിൻ ഹൈവേക്ക് കണ്ട് കയറുക കേട്ടോ. മെയിൻ ഹൈവേക്ക് തന്നെ പാലം ഇറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് നമുക്കൊന്നും നോക്കണ്ട, നേരെ വെച്ച് കയറാം. ഇവിടെ വാടാനപ്പള്ളി ബൈപ്പാസ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. സന്തോഷ വാർത്തയാണ്. അത് ഈ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം. ചാവക്കാട് വീഡിയോസൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. ഇനി നമുക്ക് എവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ലൈറ്റിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഒരു 99% വർക്കും ലാൻഡ് മാർക്കും ഒക്കെ കഴിഞ്ഞിരിക്കണം. ഇനി എന്തെങ്കിലും ചെറിയ വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ട് പറഞ്ഞാൽ വാടാനപ്പള്ളി ബൈപ്പാസ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ആ അണ്ടർപാസിൻ്റെ അവിടെ പുതിയ ഫയലിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നല്ലാതെ അത് സർവീസ് റോട്ടിലൂടെ തിരിച്ചു വിടുക ചെയ്യുന്നത് കേട്ടോ. ചിലർ ഒരു പകുതി ശതമാനം ആൾക്കാരും വാടാനപ്പള്ളി ബൈപ്പാസിൽ കൂടെ പോകുന്നുണ്ട്. പകുതി ആൾക്കാർ പഴയ റൂട്ടിലൂടെ പോകുന്നുണ്ട്, അറിയാത്തവർ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച കാണും കേട്ടോ. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതിന് മാത്രം. റോഡ് ഒക്കെ മാറിയതിൻ്റെ ശേഷം സ്ഥലങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. സ്ഥിരമായിട്ട് പോയവർക്കടക്കം മനസ്സിലാവില്ല കേട്ടോ. വലിയ ബിൽഡിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ല കടകൾ അങ്ങനെയൊക്കെ നോക്കിയെങ്കിൽ മാത്രം, താഴത്തേക്ക് നോക്കിയെങ്കിലാണ് നമുക്ക് ഇന്ന ഏരിയ എന്ന് മനസ്സിലാവുള്ളൂ. ബോർഡുകൾ കാണാൻ ബുദ്ധിമുട്ടാണ്. കൂടുതൽ അണ്ടർപാസിന് മേലെ കയറുമ്പോൾ ബോർഡുകളൊന്നും കാണാൻ പറ്റില്ല, സ്ഥലങ്ങൾ മനസ്സിലാവില്ല. ഇപ്പോൾ വാടാനപ്പള്ളി ബൈപ്പാസ് തുറന്നപ്പോൾ വാടാനപ്പള്ളി എത്തിയത് അറിയുന്നില്ല കേട്ടോ. അതുപോലെ ഇപ്പോൾ തൃപ്രയാർ അറിയുന്നില്ല, ഒരു സ്ഥലം മനസ്സിലാവുന്നില്ല.
മാപ്പിട്ട് പോണവർക്ക് മാപ്പിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നല്ലാതെ അല്ലാതെ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ എവിടെ എത്തിയെന്നൊന്നും. വളരെ ബുദ്ധിമുട്ടാണ് സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ പ്രവാസികളാണെങ്കിൽ അവർക്ക് ഇറങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ അവരെ നാട്ടിലേക്ക് തന്നെ ഇറങ്ങേണ്ട സ്ഥലങ്ങളൊക്കെ ഇറങ്ങാം മനസ്സിലാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും കേട്ടോ. ഞാനിതാ കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട്. ഏങ്ങണ്ടിയൂർ ഭാഗം ഏങ്ങണ്ടി അല്ല മുത്തമ്മാവ് ഭാഗട്ടത്. എന്തായാലും ശിവായയുടെ വർക്ക് ഒരു 99% വർക്കുകളും കഴിഞ്ഞിരിക്കണ്. റോഡിൻ്റെ ഒക്കെ ഇനി ബൈപ്പാസിൽ മാത്രമാണ് ചെറിയ ചെറിയ വർക്കുകൾ ബാക്കിയുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വർക്ക് 3 പീടിക ബൈപ്പാസിലാട്ടാ ബാക്കിയുള്ളത്. കഴിഞ്ഞാൽ ശിവാലയുടെ വർക്ക് കഴിഞ്ഞ് പൂർണ്ണമായിട്ടും നമ്മളിപ്പോൾ മലപ്പുറത്തൊക്കെ പോകണ പോലെ ഓടാൻ പറ്റും. മലപ്പുറത്ത് ഇപ്പോഴും ചെറിയ ബാക്കിയുണ്ടല്ലോ വർക്കുകൾ അവിടെ ഇവിടെ ഒക്കെ. എന്തായാലും മലപ്പുറത്തെ ഇവിടുത്തൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ വർക്ക് ചെയ്യുക. അതായത് 1 വർഷം മുന്നേ മലപ്പുറത്ത് വർക്ക് തുടങ്ങിയത്. ഇനിയിപ്പോൾ ശിവാലയ്ക്ക് മലപ്പുറത്തേക്ക് 50 ചെയ്യുകയാണെങ്കിൽ 1 വർഷം കെടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് ഔട്ടാ. ഇവിടെ ഉണ്ടില്ലേ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് കണ്ട എൻട്രി പോയിൻ്റ് ഇട്ടത്. ഇപ്പം എല്ലാവരും അങ്ങനെ എൻട്രി എക്സിറ്റ് ഒന്നും നോക്കുന്നില്ല, തോന്നിയ പോലൊക്കെ വരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ഓപ്പൺ ആക്കിയാൽ ആരും ഇങ്ങനെ ചെയ്യരുത്. ഇപ്പോഴും ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപകടം കുറയാനും ഒക്കെ എല്ലാ വീഡിയോസിനും പറയാറുണ്ട്. നോക്കി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. അത്ര സ്പീഡിലാണ് വണ്ടി വരിക. അതുപോലെ തന്നെ ബൈക്ക് താട്ടു ഓട്ടോറിക്ഷ ഒന്നും കയറരുതെന്നുള്ള ബോർഡൊക്കെ എല്ലായിടത്തും ആയി തുടങ്ങിയിട്ടാണ്. ബൈക്ക് കയറിയതെന്ന് കുറേ ആൾക്കാർ അങ്ങനെ കമൻ്റൊക്കെ ഇടുന്നതാണ്, എന്താ അങ്ങനെയൊക്കെ കയറിയാന്നൊക്കെ. ബൈക്ക് കയറാണ്ടിരിക്കുക തന്നെ നൽകണ്ട. ആ പോണ ബൈക്ക് കണ്ടില്ലേ, തോന്നിയ പോലെ പോവുക. സെൻട്രിൽ കൂടെ പോണ്, ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ ബൈക്ക് പോകും. ഒന്ന് തട്ടിയ വലിയ അപകടത്തേക്ക് പോകും. സർവീസ് റോട്ടിലൂടെ പോകുമ്പോൾ തന്നെ ഏറ്റവും ബെറ്റർ സേഫ്റ്റി. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ സേഫ്റ്റി എല്ലാം നോക്കണം. ഇനിയിപ്പോൾ നിയമം ഞാൻ പറയാം, ഉദാഹരണത്തിന് പറയാം, നിയമം ഇപ്പം ഇതിൽ കൂടെ പോകാൻ പെർമിഷൻ ഉണ്ടെങ്കിലും പോലും സർവീസ് റോഡ് പോകാൻ ഏറ്റവും നല്ലത്. ഇതിൻ്റെ കാറ്റ് വന്ന് തന്നെ നമ്മളെ ബാലൻസ് പോകണം ബൈക്കുമ്പോൾ പോകുമ്പോൾ. അപ്പോൾ ഞാനൊക്കെ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് നിർബന്ധമായിട്ടും കയറേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് കേട്ടോ ബൈക്കുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിർബന്ധമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിൽ ഞാൻ സർവീസ് റോട്ടിൽ കൂടെ തന്നെ പോവാറ് കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ഇതിൻ്റെ കാറ്റ്, വലിയ വണ്ടി പോണ കാറ്റ് തട്ടുമ്പോൾ നമ്മൾ ബാലൻസ് പോണ്. അതിൻ്റെ പുറമെ ഈ സ്ത്രീകളൊക്കെ പറയാണ്ടിരിക്കാൻ നല്ല കേട്ടോ. ഈ ഫസ്റ്റ് ട്രാക്കിൽ കൂടെയൊക്കെയാണ് പോണത്. അവർക്കൊന്നും അറിയില്ല. സ്ത്രീകൾ എന്ന് വെച്ചാൽ എല്ലാവരും ആ കാര്യമല്ല പറഞ്ഞ് അറിയുന്നവരുണ്ട്, അതുപോലെ ആണുങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ അവരൊക്കെ പോണത് എന്നാൽ ഫസ്റ്റ് ട്രാക്കിൽ കൂടെ, അതായത് മെയിൻ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെയൊക്കെയാണ് ബൈക്കായിട്ട് പോണത്. ബൈക്കൂടെ വരുന്നവർ ബൈക്കൊക്കെ അങ്ങനെ ബാക്കിൽ ഓൺ അടിക്കണതാണ്. ഇതിൽ കയറാൻ പാടില്ല, എന്നിട്ട് ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ പോവുക. അപ്പം അത്രയൊക്കെയാണ് നമ്മളെ ഡ്രൈവിങ്. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഞാൻ അടുത്ത വീഡിയോസ് തന്നെ വാടാനപ്പള്ളി ബൈപ്പാസ് ഓപ്പൺ ആക്കിയിട്ടുള്ള വീഡിയോസ് കേട്ടോ. അല്ലെങ്കിൽ ചാവക്കാട് വീഡിയോസ് ഉണ്ടാവും, ഏതിലൊക്കെ ഒന്ന് കാണിച്ചു തരാം അടുത്ത വീഡിയോസിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിലൊക്കെ കാണുക. ഇനി ഇതേപോലെ കുറേ പഴയ വീഡിയോസുകളൊക്കെ എൻ്റെ കയ്യിലിരിക്കും. ഞാൻ സമയത്തിനനുസരിച്ചിട്ടൊക്കെ അതിൽ ഉൾപ്പെടുത്താട്ടോ. ഈ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഒരു 3 വർഷത്തെ മുന്നത്തെ വീഡിയോസൊക്കെ ഉണ്ട്. താഴത്ത് നോക്കി അവർക്ക് കാണാനൊക്കെ പറ്റും. പഴയ നമ്മുടെ നാടൊക്കെ കാണണമെങ്കിൽ വർക്ക് നടക്കണമൊക്കെ. ഇനി ആ തൃശ്ശൂർ ഭാഗത്ത് കൂടെ ഒന്നും ഈ ഭാഗത്തുള്ളവർക്കൊന്നും എയർപോർട്ടിൽ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ കൂടെ പോവാം. കൊടുങ്ങല്ലൂരാ അങ്ങനെയൊക്കെ ലെഫ്റ്റ് അടിച്ചിട്ട് എയർപോർട്ട് അങ്കമാലിക്ക് എത്താം.